ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഓണം ആഘോഷിക്കാൻ വേണ്ടി വിക്കരി വീട്ടോട്ട് നമ്മൾ പോവുകയാണ്. ബാക്കി പയ്യന്മാരൊക്കെ അങ്ങ് എത്തും. അപ്പം ഞാനും വിശാലെന്താ ഫുഡും മേടിച്ച് അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ വിക്കിയുടെ ഓണാവശ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ മോശം എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ തന്നെ തിരിഞ്ഞു നോക്കി ഓടി ലേറ്റായിട്ട് വന്നു. എന്തിനാശിക്ക് ഇതൊക്കെ? എന്തിനു ഞാൻ പറഞ്ഞു ചങ്ങലിടോന്ന് പറഞ്ഞല്ല. ചങ്ങലമാടൻ കോപിക്കുന്ന ആംബ്രോസും വിശാലും. ആകാശം ഇവിടെ എത്തി. നീ ഇവിടെ കയറി പോണു. വന്ന് പൂപിക്കണം. ഞാനും വന്ന് പണിയെടു. നീ നോയിക്കൊണ്ടിരിക്കല്ലേ. നിനക്ക് വേണ്ടി അവിടെ അരളിപ്പൂ മാറ്റി വെച്ചിട്ടുണ്ടോ? ഞാൻ അവിടെ ഒരാഴ്ച ഞാൻ നാട്ടോടെ നെടുമ്പാശ്ശേരിയിലോട്ടുള്ള പെട്ടെന്ന് ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പിക്ക് ചെയ്യാൻ താമസിച്ചത്. പ്രൈവറ്റ് ജെറ്റൊന്നുമല്ല, നമ്മുടെ എയർ ഇന്ത്യ തന്നെ വന്നത്. അത് വേണം വേണമെന്ന് പറഞ്ഞു പോകാൻ ഞാൻ ഈ സദ്യ കൊണ്ടുള്ള പാടം എടുക്കാൻ പറ്റും. അറബി പറഞ്ഞു ഒരിക്കലൂടെ കാണി. സ്റ്റിക്കറിലായി പൂ ചവിട്ടി ഞാൻ മിതിക്കിയിട്ടുണ്ട്. കറസല്ല വിക്കിര എക്സ്പ്രഷൻ നോക്ക്. പാട്ടിനൊത്തി കാരണം ഒരു എന്നിട്ട് നമുക്ക് ഇങ്ങനെ എന്നിട്ട് അകത്ത് നമുക്ക് വട്ടം ഒരു വട്ടം വരയ്ക്കാൻ പറ്റ പാട്ടം. അത് എളുപ്പം. ഓ അത് വിശാഖ വരച്ചു തരും. നിഹാൽ ഹാപ്പി ആയോ? നിഹാൽ ഹാപ്പി. ആ പായസം ടീമുകളൊക്കെ പറ്റൂ. സുന്ദരി സുന്ദരി കണ്ടാ പറയൂ. അതാണ് അടുക്കിത് വെച്ചാൽ അത്തപ്പൂന്റെ കൊള്ളാം. എന്നാൽ ഇതെത്തി കടുത്തു പോയി. മാത്രം വെളിയിൽ വന്നാൽ
വെയിറ്റില്ല. അതാണ് അവൻ തന്നെ പൊട്ടോടട്ട്. ഇങ്ങനെ വെള്ളം മറ്റേ ഇന്റർസെപ്ഷൻ പോലെ ഉണ്ടാവില്ല. അല്ലെ കുറച്ച് ഏരിയ റെഡും ഉണ്ടല്ലോ. ഡയലോഗൊക്കെ പറ. ആദ്യം കുറച്ച് പാല കഴിക്കുന്നു. തണുത്തതാണ്. അടുത്ത പാല് ഒഴിക്കണമെങ്കിൽ മറ്റേ മോലാല് വരും. ഫസ്റ്റ് അതായതാണ് ആവി ഒന്ന് അതെടുത്തത് ഒഴിക്കാനാ. ഇത് മൂന്നാമത്തെ കവർ പാല്. ഇത് എത്ര ഒഴിക്കണം? ഫുൾ ഒഴിക്കണം. നാലാമത്തെ കവർ വിക്കി രസം. നമ്മൾ പൊളിക്കുന്നതാണ്. അങ്ങനെയുണ്ട്. പൈസ നീ ഇവിടെ കുറച്ച് പറയാൻ വൈകാണ്ട് അറിയത്തില്ല. 4 റോസാപ്പൂ എടുത്ത് ചുറ്റും തിരുമുക്കിയുടെ ഫോട്ടോയ്ക്ക്. ഇതാ കഥയിലെ നായകൻ. ചുമ്മാ കലക്കിയത് എന്താണ് രീതിയാണ്. അർത്ഥം ചുമ്മാ എടുത്തു കഴിഞ്ഞാൽ എന്തിനു ആഷിഖ്, നമ്മുടെ റെസിപ്പി എന്താണ് പറയൂ. നമ്മുടെ റെസിപ്പി പരവിലുണ്ട്. പാക്കറ്റാണ്. ഓക്കെ, 15 കഴിയുമ്പോഴാണ് വിക്കി പറഞ്ഞത്. കളഞ്ഞു പാല് ചൂടാൻ വേണം. അല്ലടാ പാല് ചൂടായിട്ട് ഇതിട്ടിട്ട് 15 മിനിറ്റ് ഇറങ്ങണം. പാല് ചൂടാവട്ടെ. പുറത്താണ് കൂട്ടുന്നത്. കൂടുതൽ ചൂടാക്കല് അടിയിൽ കുഴപ്പമില്ല. പിന്നെ ചൂടാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പേ പോകുന്നതാണ്. ആവിയൊക്കെ വരുന്നത് പായസം മിക്സ് കാത്ത് മുണ്ട കൊടുത്ത് വിക്കി വന്നിരിക്കുന്നു. എന്നെ മൊത്തം കിട്ടും. പവർ ഹൗസ് ആമ പവർ ഹൗസ്.
അതിപ്പോ എനിക്ക് അറിഞ്ഞൂട്ടോ. പക്ഷേ മിക്സ് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, പഞ്ചസാര ഇത് മാത്രമേ പോയി മറ്റേ മുകേഷ് ട്രാൻസിഷൻ ആവശ്യം നോക്കണം. പാക്കറ്റ് സദ്യ മദർ വിത്ത് ക്ലാസ്സിലെ പാക്കറ്റ് സദ്യ ഇതിൻ്റെ അൻഫലും ഉണ്ടല്ലോ. കച്ചി പായസമൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഇപ്പം ഞാനാണ് പായസം ഉള്ളത്. കണ്ട കൈസ് കച്ചി വന്നു ഇളക്കണം. അവന്റെ അപ്പൊ നമ്മുടെ ചീറ്റി നേരത്തെ കണ്ടല്ലേ ഷോർട്ട് കട്ട് നെക്സ്റ്റ് ഷോട്ട് റിയാക്ഷൻ പാടി അതില് കാണാൻ പറ്റാത്തോണ്ട് ടേസ്റ്ററിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് ചോദിക്കും. ടേസ്റ്റ് ചെയ്ത് പറ, ടേസ്റ്റ് ചെയ്ത് പറ. കളറിലല്ല ഡിസീവ് ആവില്ല. ടേസ്റ്റ് ചെയ്ത് പറ എന്തിനാണ്. എന്തിനു ബ്രോ? അച്ചാർ നെല്ലിക്കച്ചാർ ഏതാ നെല്ലിക്കച്ചാർ? നെല്ലിക്കച്ചാർ നെല്ലിക്കച്ചാറാ ഒരു സെയിമാ നമസ്കാരം. അളിയ വയസ്സായാണ്. ബക്കറ്റ് ആ ബക്കറ്റ് ഇല ബക്കറ്റ് പായസം മൊത്തം പിഴിഞ്ഞാൽ മതി. താങ്കൾക്ക് ഈ പൊതിയലിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയുള്ളത്? എടാ ഇതൊക്കെ ഒരു ഇതല്ലേ, നാളെ റീലായിട്ട് വരൂല ഇതൊക്കെ. ഇത് സാമ്പാർ തീയല് ഇല്ല തീയല് പോലെ പായസോട ഫൈനൽ സ്റ്റേജിലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിൽ അവൻ ചെയ്യൂല. മത്സ്യകൃഷി ടീംസാണ്. ഇതാരാ ആരാ അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഉള്ള എല്ലാം വിക്കിരിയാണ്. വെട്ടാൻ പോണതായിട്ട് വെട്ടിയെടുക്കണതൊക്കെ ആയിട്ട് വിക്കി ഇങ്ങനെ മറ്റേ തുടരില്ല ആണ് കാൽ എന്തേലും മുണ്ട് മടക്കിയാണ്. ഇത് കപ്പയില്ലേ ചോപ്പ് മാനുഫാക്ചറിങ്. അത് വട്ടയില്
ഉണ്ടായി നിന്റെ മുട്ടത്തലേനാണ് വെക്കാൻ പോയത്. നമ്മളിതാണോ നിങ്ങളുടെ തുടച്ചില്ല അല്ലേ? തുടങ്ങി ഇന്ത്യ അപ്പൊ ബാക്കി കറികൾ ഇവിടെ അത് പറഞ്ഞിട്ട് കേട്ടില്ല. കുറച്ച് ഓക്കെ ഓക്കെ മതി. ഇവിടെ വരും. താങ്ക്സ്. അതെ ജോലിമാരൊക്കെ ബ്രോ ഇതില് കുഴിയിൽ പോയി അതേപോലെ നോക്കിയാണ് ഈസയിലൊക്കെ ആയിരിക്കും. നല്ല പരിപാടിയല്ലേ അത്? പോവാം. ഓണാഘോഷം അടിപൊളിയായിരുന്നു, കേമായിരുന്നു. നിഗാലിന്റെ പായസം കൊള്ളായിരുന്നു. നിഗാലിന്റെ പായസം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിഗാലിന്റെ ഒരു വേറിട്ടൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. മറ്റേ പാത്രം ചൂടാക്കിയിട്ട് അതിൽ പാല് പെട്ടെന്ന് ഒഴിക്കുമ്പോ ഒരു പുക വരുന്ന എഫക്ട് ഉണ്ടായിരുന്നു. അതിട്ടപ്പോ ടേസ്റ്റ് അങ്ങ് മാറി. അതിട്ടപ്പോ ഒരു ടേസ്റ്റ് എന്തെന്നോ അത് നല്ലൊരു സാധനമായിരുന്നു. ഷെഫിനോട് വിശേഷം ചോദിക്കാം. ഓണ വിശേഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. ഗായ്സ് ഞാൻ അവിടെ പോയി കഴിച്ചു വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് സജസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇനി ഞാൻ ഒരിക്കലും അവിടുത്തെ പായസം കുടിക്കാൻ പറയത്തില്ല. വളരെ മോശം. അവന്മാര് ഓണം ഒന്നും പറഞ്ഞ് പറ്റിക്കണം. ഓണത്തിന് കുറെ കൊടുക്കണം, വിശ്വാസണം. ദുബായിൽ ഒന്ന് കഴിച്ചു ആരിന്റെ പായസം പിന്നെ അലിപ്പിന്റെ അടപ്പായസം വിളമ്പിയത്. അങ്ങ് കോരി അങ്ങ് ഒഴിച്ച അരിപ്പ്. അവരെ കുടിച്ചിട്ട് മിണ്ടാതിരിക്കാണ് കിട്ടിയതും വെച്ചുകൊണ്ട്. ഞാൻ വിചാരിച്ചേ അപ്പുറത്ത് വേറെ ഏതോ പാത്രത്തിൽ ഇരിപ്പുണ്ട്, കുറെ പാത്രം കൊണ്ടുവന്നതാണ്. എനിക്ക് അനുപ്പെല്ലാം കുറെ കിട്ടിയത്. ബൈ, ടാറ്റ ടാറ്റ, ബൈ 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 ബൈ. അവിടെ പുല്ല് കേറാൻ പാട്. കളി എന്റെ മുണ്ട് എങ്ങോട്ടോ കോണിയിരിക്കുന്നു. ഓ
ബൈ. ഇവിടെ ഇല്ല, അങ്ങോണം.